പ്രിയമുള്ളവരെ, ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ പൊന്നോമന പുത്രൻ ഉണ്ണിച്ചേട്ടൻ അദ്ദേഹം ഒരുപാട് പ്രാവശ്യം ഗിന്നസ് ബുക്കിൽ കയറുന്നതിന് വേണ്ടി ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടുപോയി. പക്ഷേ ഈ പ്രാവശ്യം നമ്മുടെ നാടിൻ്റെ ഒരു അവകാശമാണ് ഇദ്ദേഹം ഗിന്നസ് ബുക്കിലേക്ക് കയറുക എന്നുള്ളത്. അതിനുവേണ്ടി വലിയൊരു പ്രകടനം തന്നെ അദ്ദേഹം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം ഉറപ്പായിട്ടും CH ഉണ്ണി അദ്ദേഹത്തിന് ഈ പ്രാവശ്യം ഗിന്നസ് റെക്കോർഡ് കിട്ടുമെന്ന് തന്നെയാണ് എന്റെയും പ്രതീക്ഷയും പ്രാർത്ഥനയും. അപ്പൊ നല്ലൊരു പ്രകടനം ഇദ്ദേഹം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന്റെ ആൾക്കാരെ ഉടൻ തന്നെ എത്തിച്ചേരും. 2 വാക്ക് സംസാരിക്കുന്നതിനായി നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കുറുക്കൻകുഴി പഞ്ചായത്തിന് ഇന്നൊരു അഭിമാന നിമിഷമാണ്. കാരണം നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ പ്രിയ CH ഉണ്ണിയേട്ടൻ ഇന്ന് ഗിന്നസ് ബുക്കിലേക്ക് കാലെടുത്ത് വെക്കാൻ പോവുകയാണ്. ഇത്ര നാൾ അവൻ കാല് തോളെ വെച്ച് നടക്കുമായിരുന്നു. എന്നെ പരിപാടി വീട്ടിൽ പോ. കേട്ടോ, എനിക്ക് എന്റെ പെണ്ണുപിള്ള നിർത്താൻ എനിക്കറിയാം. വീട്ടിൽ പോയി ചടങ്ങ് നടക്കുന്ന ആൾക്കാരിരിക്കുന്നു. വീട്ടിൽ പോകാൻ പറഞ്ഞു. എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ, നിങ്ങൾ എന്താ കള്ളു കുടിച്ച് വെളിവില്ലാതെ ഇവിടെ വന്നിരിക്കുന്നത്? നിങ്ങൾ ആദ്യം വീട്ടിലോട്ട് പോകും. ഞാൻ വീട്ടിലോട്ട് പോകണം. എടീ 2 പിള്ളേരാണ് തൊട്ടിക്കിടന്ന് കരയോ. നീ വീട്ടിലോട്ട് കിടന്ന് കരയട്ടെ. ഞാൻ ഇവിടുത്തെ ആരാ? നീ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഒരു ചടങ്ങ് നടക്കുമ്പോ ഞാൻ ഇവിടെ വേണ്ടേ? ദൈവമേ, ഉണ്ണിയേട്ടൻ ഇന്ന് ഗിന്നസ് ബുക്കിലേക്ക് കയറും. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് ആർക്കാ? എനിക്കറിയോ. എനിക്ക് 6 മണിക്ക് മുമ്പ് നീ വീട്ടിൽ കയറിയ അതിന്റെ ക്രെഡിറ്റ് ആർക്കാ? എനിക്ക്. അത് നീ മനസ്സിലാക്കി. നീ ഇങ്ങോട്ട് വന്ന ഞാൻ കാര്യം പറയാം. എടി, ഒന്നാമത് അവന്റെ തലയ്ക്ക് ഓളം. അവന് വട്ട. അവൻ ചുമ്മാ ഓരോ പേക്കൂത്തും കാണിച്ചോണ്ടിരിക്കുക. അതിന് താളത്തിൽ തുള്ളാൻ വേണ്ടി നീ ഇങ്ങോട്ട് പോരുവാണോ? നീ ഇങ്ങ് പറഞ്ഞു. ഈ കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം ഇവൻ ഈ കോളനിക്കകത്ത് വേറൊരു പരിപാടി കാണിച്ചു. നിങ്ങൾക്ക് അറിയാമോ? അതായത് പിള്ളേരെ നീ ഇത് കേൾക്കണം. അതിന്റെ ഫയർ എസ്കേപ്പ് പറഞ്ഞുകൊണ്ട് ഇവൻ എന്തോ പരിപാടി കാണിച്ചു. അന്നാ കോളനി മുഴുവൻ നശിപ്പിച്ച് കത്തിച്ച് കളഞ്ഞു. ഇന്ന് ഇവിടെ ആരെ കത്തിക്കാൻ വേണ്ടി വന്നിരിക്കുവാ എന്റെ സുഹൃത്തെ. നിങ്ങള് എല്ലാം പ്ലാൻ ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ ഗിന്നസ് റെക്കോർഡ് എന്റെ ഉണ്ണിയായിട്ട് തന്നെ കിട്ടും. ഞാൻ വഴിപാട് നടത്തുന്നുണ്ട്, കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാൻ മുൻകൂട്ടി തന്നെ ബോർഡ് ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. നീ നോക്കടാ, എന്റെ ഉണ്ണിയാട്ടിന് ഈ പ്രാവശ്യത്തെ ഗിന്നസ് റെക്കോർഡ് കിട്ടും. അതിനു വേണ്ടി ഉണ്ണിയേട്ട നോക്ക്, നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ് ഞാൻ ഈ ബോർഡ് അടിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് സ്നേഹം. ഉണ്ണിയേട്ടൻ എന്റെ പൈസക്ക് വൃത്തിയായിട്ട് കാണിക്കുന്നു. ഇതെന്തോടെ അടിച്ചു വെച്ചേക്കുന്നത്? ചുണ്ണിക്ക് അഭിനന്ദനങ്ങളുണ്ടോ? എടാ, CH ഉണ്ണിക്ക് എന്നല്ലേ അത്? ഈ CH എന്നുള്ളത് എന്റെ ഇനിഷ്യലാണ്. ആ ഗ്യാപ്പ് ഇട്ടല്ലേ എഴുതേണ്ടത്. നിന്റെ പേര് ഇത് തന്നെയാ നിനക്ക് ചേരുന്നത്. ചുണ്ണിന്ന് തന്നെ മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കരുത് കേട്ടോ. അത് മാറ്റി അടിക്കണോ? ഇന്ന് എന്തായാലും ഉണ്ണിയേട്ടൻ ഗിന്നസ് ബുക്കിൽ കയറും. 10 മിനിറ്റ് കൊണ്ട് 20 ഡ്രസ് മാറും. അത് ശരി, വല്ലവരും ഡ്രസ് മാറുന്ന കാണാൻ വേണ്ടി വന്ന് നിൽക്കുവാണ് നീ ഇവിടെ? ഞാൻ എത്ര വർഷം, 25 വർഷം നിന്നെ കഴുത്ത ഞാൻ താലി കെട്ടി വെച്ച്. ഞാനൊന്ന് ഡ്രസ് മാറാൻ നിർത്തി നീ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ എന്നെ ഒന്നും ശ്രദ്ധിക്കാറുണ്ടോ നീ? അവൾ വല്ലവരും ഡ്രസ് മാറുന്ന കാണാൻ വേണ്ടി വന്ന് നിനക്ക് കാണാമല്ലോ പെണ്ണുങ്ങളെ കീഴായിരുന്നു ഡ്രസ് മാറാൻ വേണ്ടി. സംസാരിക്കുന്നത് വെറുതെ നിന്ന് ഡ്രസ് മാറുമല്ല. ഞാനിവിടെ ഭയങ്കര സംഭവം മാറാൻ പോവാണ്. എന്റെ ഏടാ, നിനക്ക് തലയ്ക്ക് വട്ടാന്ന് ഞങ്ങൾ ഈ നാട്ടുകാർക്ക് മുഴുവനും അറിയാം. നീ കാണിക്കും നിന്റെ ബേക്കോല ഞങ്ങൾ കമലഹാസ സിനിമ കാണിച്ചതിന് അപ്പുറമാണ് കാണിക്കാൻ പോകുന്നത്. അത് കണ്ടാ മതി. എനിക്ക് നിങ്ങളൊന്നും കണ്ടാ മതി. പ്രിയമുള്ളവരെ, 2 വാക്ക് സംസാരിക്കാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട CH ഉണ്ണിയേട്ടനെ ഈ വേദിയിലേക്ക് നമുക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. ഇനി അത് നശിപ്പിച്ചേച്ച് അടങ്ങുള്ളൂ. സമ്മതിക്കത്തില്ലല്ലോ. ഞാനിതൊന്നും ചെയ്തോ ട്രൈ ചെയ്ത് എന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. മനസ്സിലായോ? അലമ്പുണ്ടാക്കരുത് സുഹൃത്തെ. പ്രിയമുള്ളവരെ, ഇന്ന് എന്റെ കലാജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ദിവസത്തിലൂടെയാണ് ഇപ്പോൾ ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 20-ൽ പരം വേഷങ്ങൾ ചെയ്തുകൊണ്ട് 10 മിനിറ്റ് കൊണ്ട് 20-ൽ പരം വേഷങ്ങൾ ചെയ്തുകൊണ്ട് ഗിന്നസ് ബുക്കിലേക്ക്, ഗിന്നസ് റെക്കോർഡിലേക്ക് എത്തിപ്പെടാൻ പോവുകയാണ്. ഈ സന്ദർഭത്തിൽ ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. 10 വേഷങ്ങൾ ചെയ്തുകൊണ്ട് ഇന്ത്യൻ സിനിമാ ലോകത്തെ ഞെട്ടിച്ച കമലഹാസനു ശേഷം അദ്ദേഹം 10 വേഷങ്ങൾ ചെയ്തത് എത്രയോ ദിവസങ്ങൾ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ കേവലം 10 മിനിറ്റ് കൊണ്ട് മല മറിക്കാൻ പോകുന്നു. മല മറിക്കാൻ മനസ്സിലാക്കിയ ഇന്നത്തെ ദിവസമായിപ്പോ അല്ലെ ഈ സ്റ്റാൻഡ് എടുത്ത് തന്നെ ഇന്ന് ഞാൻ തീർത്തിട്ട് ഞാൻ ജയിലിൽ പോയത്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എനിക്കുണ്ടാകണം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഞാൻ എൻ്റെ വാക്കുകൾ
വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവരും എന്നോടൊപ്പം ഉണ്ടാകണം നിങ്ങളുടെ പ്രാർത്ഥന. നന്ദി, നമസ്കാരം. അവര് വന്നിട്ടുണ്ട്. പിടിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഉണ്ണിയേട്ടന്റെ ഈ കലാപ്രകടനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ നിന്നും ഉദ്യോഗസ്ഥർ ഇവിടെ വിധികർത്താക്കളായിട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എന്താ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? നമസ്കാരം. ആരാണ് ഈ ഉണ്ണി? ഓക്കെ, ചേച്ചുണ്ണി. ചേച്ചുണ്ണി. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? ക്യാമറ സ്റ്റാൻഡ് ചെയ്തോളൂ. ക്യാമറ അവൻ ചെയ്യുന്ന കണ്ടാ നിങ്ങൾ തകർന്നു പോകും കേട്ടോ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്തൊക്കെയാണ് ചെയ്യുന്നത്? മദ്യപാനിയാണ്. കുഴപ്പമില്ല, പറഞ്ഞോളൂ. എന്തൊക്കെ ചെയ്യുന്നത്? ഞാൻ 10 മിനിറ്റ് കൊണ്ട് 20 വേഷങ്ങൾ തടുപടയെന്ന് ചെയ്ത് അങ്ങ് അത് തീർന്നു. നിങ്ങളിഷ്ടം. 10 മിനിറ്റേ ഉള്ളൂ. അത് ഓവറായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടൈം തരത്തില്ല. അറിയാമല്ലോ. സാറേ സമയം എന്ന് പറയണേ, തുടങ്ങാമോ സാറേ? അതെല്ലാം പഠിക്കല്ലേ? ഓക്കെ ഉണ്ണി, ടൈം സ്റ്റാർട്ട്. നൗ. ഗിന്നസ് ബുക്ക് നേടാനുള്ള ഉണ്ണി ആശാന്റെ ആദ്യത്തെ 1ാമത്തെ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടണക്കാട് പപ്പനാവൻ രാജാവായിട്ട് ആദ്യത്തെ 1ാമത്തെ വേഷം അതാണ്. പട്ടണക്കാട് പപ്പനാവൻ രാജാവ്. ഞങ്ങൾക്ക് കൂടെ തിരിക്കാനുള്ള അവസരം താ. നീ അല്ലാതെ ഇരിക്കാതെ. ആരെവിടെ? ഇവിടെ ഒന്നും ആരുമില്ല. നീ എന്നെ ഈ പറയുന്നേ? മഹാറാണിയോട് വരാൻ പറയൂ. മഹാറാണി എഴുന്നള്ളുന്നേ. മഹാറാണി, കണ്ണാശുപത്രിയിലെ ശ്യാമളയെ പോലെ എന്താണ് മിണ്ടാതെ നിൽക്കുന്നത്? ഡോക്ടർ വരാൻ വേണ്ടി ഒരു ശകലം താമസിക്കും. അതിന്റെ ഒരു തന്ത്രപ്പാടില്ല. എന്നാ പോയിട്ട് വൈകിട്ട് 5 മണി കഴിഞ്ഞ് വരട്ടെ. കണ്ണാശുപത്രി കണ്ണാശ്രമത്തിലെ ശകുന്തളയെ പോലെ എന്താണ് വിഷമിച്ച് നിൽക്കുന്നത്? മഹാരാജൻ, അങ്ങൊന്നും പറയണ്ട. അങ്ങേക്ക് അറിയില്ലേ അടിയന്റെ മനോവ്യത എന്താണെന്ന്? എന്താണ് അരുളി ചെയ്താലും? അടിയനെ നൃത്തം പഠിപ്പിക്കാൻ ഒരു അധ്യാപിക വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ മഹാരാജൻ. മഹാറാണി എന്തറിഞ്ഞിട്ടാണ് ഈ പുലമ്പുന്നത്? മഹാറാണിയെ നൃത്തം പഠിപ്പിക്കുന്നതിന് വേണ്ടി അംഗോപാംഗ വിഭൂഷിതയായ ഒരു നർത്തകി വന്ന് കൊട്ടാരത്തിന്റെ വെളിയിൽ കാത്തു നിൽക്കുകയല്ലേ? അതെയോ? നോം പോയി അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. ഓക്കെ സാറേ, ഉണ്ണിയാശാന്റെ 2ാമത്തെ വേഷം നർത്തകി. എന്റെ ഡ്രസ് അവിടെ ഇവിടെ ഇല്ലേ? നർത്തകി ഡ്രസ് എന്ത് ചെയ്യുന്നത്? സൂപ്പർ സാധനമാണ്. ഞാൻ പറഞ്ഞില്ല. സൂപ്പറാണ്. എന്റെ ഒരു സഹോദരൻ മാറി അറിയാൻ പറ്റിപ്പോ വെച്ചേക്കാണിത്. അല്ലെ ഞാൻ പറ്റിപ്പോ. ഞാൻ എന്നാ ചെയ്യുന്നു പരിപാടിയെ കാണിച്ചത്. ഇതൊക്കെ എടുത്തിട്ട് അത് ഞാൻ എടുത്തോണ്ട് പോയി. നെഞ്ചത്ത് വെക്കാണ്ട ബന്ന്. നെഞ്ചത്ത് വെക്കുന്ന റീത്തോളാ ബണ്ണ് വായിക്കട്ടെ. ഞാനെടുത്ത് എടുത്തിട്ട് ഒരു കള്ളുകൂടിയനാണ്. എങ്ങനെയുണ്ടായിരുന്നു നൃത്തം? എങ്ങനെയുണ്ടായിരുന്നു? അവിശ്വസനീയം, അവർണ്ണനീയം, ഓ ഗംഭീരം. നമുക്ക് നന്നേ ബോധിച്ചു. മഹാരാജാവിന് ഇഷ്ടമായിട്ടുണ്ടാവോ ആവോ? ഇത് മഹാരാജാവിനോട് നേരിട്ട് ചോദിക്കാൻ പാടില്ലേ? മഹാരാജാവ് എഴുന്നള്ളുന്നുണ്ട്. സാറേ, ഉണ്ണിയാശാന്റെ 3ാമത്തെ വേഷം ആദ്യം വന്ന രാജാവില്ലേ, ആ രാജാവ് പപ്പനാവൻ രാജാവ്. ഇടോ ഒന്ന് സമയം പോണം. രാജാവ് 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 റെഡി സാർ. രാജാവ് റെഡി. 3ാമത്തെ വേഷം. അയ്യോ, എങ്ങനെയുണ്ടായിരുന്നു മഹാറാണി ആ നർത്തകിയുടെ നൃത്തം? അവർണ്ണനീയം, അവിശ്വസനീയം. ഇത്രയും സുന്ദരിയാണെന്ന് ഞാൻ കരുതിയില്ല. അങ്ങേക്ക് ഇഷ്ടമായോ ആവോ? നാമിന് ഇഷ്ടമാകാതെ നാം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമോ? അത് എന്താ ചോദ്യമാണിത്? എന്നാ
ഇതൊന്ന് കഴിയട്ടെ കേട്ടോ, നിനക്ക് ഞാൻ തരാം. നിനക്ക് ഞാൻ മഹാരാജൻ മഹാരാജൻ ഭീകര ജീവി കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. എല്ലാരും പിടിച്ചിരുന്നു. ഭീകര ജീവി അല്ലല്ല ഭീകര ജീവി വളഞ്ഞിരിക്കുന്നു. അവരെ രക്ഷിക്കണം മഹാരാജൻ, പ്രജകളെ രക്ഷിക്കണം. എങ്കിൽ ആ ഭീകര ജീവിയെ അടിച്ചമർത്താനായി നാം ഇത് അപ്പുറപ്പെടുന്നു. സാറേ ഉണ്ണിയാശാന്റെ 4ാമത്തെ വേഷമുണ്ട് സാറേ. ഭീകര ജീവി ഭീകര ജീവി പേടിച്ചു പോവും. ഭീകര ജീവി ഭീകര ജീവി റെഡിയാകും. അപ്പൊ മറ്റേ സജയന്റെ വണ്ടിക്കകത്തിരിക്കുന്നു. അവന്റെ മുഖം കൊണ്ട് കാണിക്കണം. ഭീകരജീവിയെ കൂട്ടല്ലേ അവരിയ്ക്കുന്നത്. നിനക്ക് ഇത് നശിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം. എങ്ങനെ ചെയ്യും? കൈ കിട്ടും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കണം. ഭീകരജീവിയായിട്ട് പശുവിന്റെ തല വെച്ചാരാ? പശുവാണോ ഭീകര ജീവി? ആട് ഭീകരജീവി എന്ന് പറഞ്ഞ് സിനിമ വരെ ഇറങ്ങിയിരിക്കണം. ആച്ചാൻ ധൈര്യമായിട്ട് വെച്ചോ, വെച്ചോ. ഭീകരജീവി പേടിക്കണം. അയ്യോ ഭീകര ജീവി ഭീകര ജീവി പേടിച്ചോളൂ പേടിച്ചോളൂ. ഭീകര ജീവി ഭീകര ജീവി ഓടിക്കോ. അയ്യോ സാർ പേടിച്ചോ. നിർത്തോ എന്തോ ഇത് ഭീകര ജീവി ഏത് ഭീകരജീവി ഇത് വിളിച്ച ആളെ വിളിച്ച് കളിയാക്കുന്നു ഇത് താൻ എന്ത് കോർപ്പായാണ് കാണിക്കുന്നത്? തനിക്ക് ഇത്രയൊക്കെ വളർന്നില്ലയോ? ചുമ്മാ ഗിന്നസ് ബുക്ക് എന്ന് പറഞ്ഞ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഒരു ഇച്ചിരി മര്യാദ വേണ്ട തനിക്കൊക്കെ കേട്ടോ. ഇമാര് പണിക്ക് മേലെ വിളിച്ചു കോസ്റ്റ്യൂം എല്ലാം കൂടെ എന്ത് കോസ്റ്റ്യൂം ഇച്ചിരി timing തെറ്റിപ്പോയതാണ് എന്ത് ടൈമിങ്? ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചോണ്ടാണ് ഞാൻ വന്നത്. പറഞ്ഞ മനസ്സിലായോ? അല്ല കേസെടുക്കണേ തന്റെ പേർക്ക്. ഒരു ചാൻസ് ക്യാമറ പറഞ്ഞ് വരാൻ നോക്ക്. വണ്ടി ഇവിടെ കിടക്കുന്നു. സാർ മതിയാക്കി താൻ എന്താ ചെയ്തേ? ക്യാമറ ഒരു ചാൻസ് എന്റെ ചേട്ടാ ഇതിപ്പോ നിങ്ങൾക്ക് ഒരു എണ്ണക്കേട് പോലെയാണ്. 10-20 പ്രാവശ്യമായിട്ട് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം പോലും ഈ ഗിന്നസ് ബുക്കിൽ കയറാനുള്ള ഒരു ചാൻസ് പോലും കിട്ടുന്നില്ല. ഞാൻ നോക്കിട്ടെ നിങ്ങൾക്ക് വേറൊരു റെക്കോർഡ് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഗിന്നസ് കിട്ടോ? അതെങ്ങനെ? ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഗിന്നസ് ബുക്കിൽ കയറാൻ ശ്രമിച്ച് പരാജയപ്പെട്ടെന്റെ റെക്കോർഡ്. അതെന്റെ പേര് കിട്ടുമോ സാറേ? എന്നാ അത് തന്നിട്ട് പോ സാറേ. അത് തന്നിട്ട് പോ സാറേ. ഞാൻ ആകെ പറഞ്ഞില്ലേ അവൻ വെറും കിഴങ്ങൻ. അവന് ബോധമില്ലാത്തവനാണെന്ന്.